ക്യാമ്പുകളിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിൽ കഴിയുന്ന മുണ്ടക്കയിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുകയാണ് റിപ്പോർട്ടർ. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വാടക വീടൊരുക്കാനുള്ള റിപ്പോർട്ടർ ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകളും മറ്റു സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് നിരവധി പേരാണ് റിപ്പോർട്ടർ മുന്നോട്ട് വെച്ച ആശയത്തിനൊപ്പം ചേരുന്നത്. പഴയ വീട് വെറുതെ ഇട്ടേക്കുക, ഓടിട്ട് വീടാ, ഇൻഡസ്ട്രി വർക്ക് നല്ല വീടാ, 3 റൂമുണ്ട്. വാടകയൊന്നും നമുക്ക് കുഴപ്പമില്ല, തൽക്കാലം താമസിക്കട്ടെ. ദുരന്തബാധിതർക്ക് താൽക്കാലിക വീടൊരുക്കാമെന്ന കോഫി വിത്ത് അരുണിലെ ആവശ്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. വിളിച്ചവരിൽ പലരും വാടകയെ വേണ്ടെന്നായിരുന്നു നിലപാടെടുത്തത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടില്, 2 റൂമും 1 ഹാളും പിന്നെ അടുക്കളയാണ് ഉള്ളത്. അപ്പൊ ഒരു കുടുംബത്തെ കൂടെ കൂട്ടാം, ഒരു വർഷത്തേക്ക് ബുദ്ധിമുട്ടില്ല, കൂട്ടാന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരുന്നു വിളിച്ചത്. സ്വന്തം വീട്ടിൽ തന്നെ ഒരുമിച്ച് താമസിക്കാൻ വിളിച്ചവരും നിരവധി. വാടകയല്ലോ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടതെന്ന് അമ്പലവയലിലെ സൽമ. നമ്മള് വാടക എന്നൊന്നും കൂട്ടണ്ട, നമ്മളവര് ചേർത്ത് പിടിക്കുക, അത്രേ ഉള്ളൂ. വയനാട്ടിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് മാറി താമസിക്കുന്നവരും നാട്ടിൽ സ്വന്തമായുള്ള കെട്ടിടവും വീടും ഒക്കെ നൽകാൻ സന്നദ്ധത അറിയിച്ച് മോർണിംഗ് ഷോയിൽ ചേർന്നു. ഓടിട്ട വീടാണ് സാറേ, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാറേ. 3-4 ബെഡ്റൂമും പിന്നെ അറ്റാച്ച് ബാത്റൂമും. ഷെഡിൽ താമസിക്കുന്ന ഫസീല മുതൽ വടുവഞ്ചാൽ സ്വദേശി എൽദോ വരെ വീടൊരുക്കാൻ സന്നദ്ധത അറിയിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. 4 സെന്റ് കോളനിയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എവിടെയാ ആ വീട്ടിലല്ലേ താമസിക്കുന്നത് ഇപ്പോ? അല്ല, 4 സെന്റ് കോളനിയിലല്ല, ഞാനൊരു ഷെഡ് വെച്ചിട്ട് ഒരു വയലിലാണ് നിൽക്കുന്നത്, ഒരു 5 സെന്റ് സ്ഥലം. അപ്പൊ അതിനോട് ഇങ്ങനെ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഇവിടെ അല്ലേ നിൽക്കുന്ന, ഒരു വർഷത്തേക്ക് ആരെങ്കിലും താമസിച്ചോട്ടെ എന്ന്. നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഫസീല, അത്രേ പറ്റുള്ളൂ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.